നമസ്കാരം. അറിവിന്റെ പേടം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഓർഗൻ ഓഫ് കോട്ടി ഏത് ഇന്ദ്രിയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഏതാണ് ഓർഗൻ ഓഫ് കോട്ടി? ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ത്? ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ചേരുംപടി ചേർക്കുക. ചെവിയെ കുറിച്ച് പറയണമെന്നോ? ചെവി എന്താണ്? ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. ചെവിയെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓട്ടോളജി. എന്താണ്? ചെവി ഓട്ടയുള്ളതായതുകൊണ്ട് അത് ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി എന്ന പേര്. അല്ലെ? ചെവിയുടെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ബാഹ്യകർണമുണ്ട്, മധ്യകർണമുണ്ട്, പിന്നെ ആന്തരകർണമുണ്ട്. അല്ലെ? ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ചെവികുടയുണ്ട്, കർണനാളമുണ്ട്, കർണപടമുണ്ട്. അല്ലെ? ഏതൊക്കെയാണ് ബാഹ്യ? ചെവികുട, കർണനാളം, കർണപടം. പിന്നെ ശബ്ദതരംഗം ചെവിയുടെ പുറമേയുള്ള ഭാഗമാണ് ഏത്? അത് ചെവികുട എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് എന്താണ്? ചെവിക്കുള്ള സവിശേഷ ഗ്രന്ഥികളായ മെഴുക്ക് ഗ്രന്ഥികൾ കാണപ്പെടുന്ന കർണനാളത്തിലാണ്. മനസ്സിലാക്കുക. നമ്മുടെ മനുഷ്യന്റെ മധ്യകർണത്തിൽ എത്ര അസ്ഥികളുണ്ട്? 3 തരത്തിലുള്ള അസ്ഥികളുണ്ട്. ഏതൊക്കെയാണ് 3 അസ്ഥികൾ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ചുറ്റികയുടെ ആകൃതിയാണ്. ചുറ്റി എന്താണ്? ചുറ്റിയാണ് മാലിയാണ് ചുറ്റി പിടിച്ചു വരുന്നത്. അപ്പൊ എന്താണ്? മാലിയസ് ചുറ്റികയുടെ ആകൃതിയാണ്. സ്റ്റേപ്പിസ് എന്താണ്? സ്റ്റേപ്പിസ് കുതിര സഫാരിക്കാരനല്ലേ? പാദസാധ്യതയുടെ ആകൃതിയിലുള്ളതാണ് ഏത്? സ്റ്റേപ്പിസ്. കൂടക്കല്ല്, ഇൻകസ്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? അത് സ്റ്റേപ്പിസ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴ ചോദിക്കുകയാണെങ്കിൽ അത് യൂസ്റ്റേക്കിയൻ നാളിയാണ് എന്നും കൂടി മനസ്സിലാക്കുക. നാക്കിനെ കുറിച്ച് അറിയണോ? നാക്ക് എന്താണ്? നാക്ക് എന്താണ്? നാക്കിനെ കുറിച്ച് കുറച്ച് രുചികളൊക്കെ ഉണ്ട് അല്ലെ? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, അല്ലെ? ഒളിയോഗസ്. ഇത്രയും കാര്യങ്ങളുണ്ട്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന 5ാമത്തെ ഒരു രുചിയാണ് ഏത്? ഉമാമി എന്ന് പറയുന്നത്. നാക്കിനെ ബാധിക്കുന്ന രോഗം എന്താണ്? റെഡ് ബീഫ് ടങ്. എന്താണ്? റെഡ് ബീഫ് ടങ് ആണ്. അടുത്ത ചോദ്യം, 20ാം ചോദ്യം ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? 20. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാട്ടോ. 20 ഓപ്ഷൻ ഏതാ മക്കളെ വരിക? പ്ലനേറിയ, ഐ സ്പോട്ട്, പാമ്പ്, ജേക്കബ് സോർബൻ, ഈച്ച, ഒമാറ്റീഡിയ, സ്രാവ്, പാർശ്വവര. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എ അല്ലേ? ആണോ? പ്ലനറി എന്താണ്? ഐസ്പോട്ട് എന്താണ്? പ്രകാശം തിരിച്ചറിയാനാണ് അല്ലെ? ഈച്ച, ഒമാറ്റീഡിയ പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂട്ടിച്ചേർന്നാണ് ഷഡ്പദങ്ങളുടെ കണ്ണാണ് എന്നും കൂടി ഓർത്തു വെക്കുക. പാർശ്വവര സ്രാവ് എന്താണ്? അല്ലെ? ഇരുവശങ്ങൾക്കുള്ള പാർശ്വകൾക്കുള്ളിൽ തുല്യനിലയിലെ മാറ്റം തിരിച്ചറിയാൻ ഗ്രാഹികൾ ഉണ്ട് എന്നും കൂടി ഓർക്കുക. പാമ്പ്, ജേക്കബ്സൺസ് ഓർഗൻ ഗ്രന്ഥഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതാണ് അവിടെ ശരിയായിട്ടുള്ളത്? നോക്കിയേ, ഏതാ ആൻസർ? ഓപ്ഷൻ സി അല്ലെ? സീലിയറി പേശികൾ സങ്കോചിക്കുന്നു അല്ലെ? അടുത്തുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ സ്നായുക്കൾ അയ്യുന്നു, സീലിയറി പേശികൾ എന്ത് ചെയ്യുന്നു? അവിടെ സങ്കോചിക്കുകയാണ്. മനസ്സിലാക്കുക. ലെൻസിന്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം എന്ത് സംഭവിക്കുന്നു? അവിടെ കുറയുകയാണ് ചെയ്യുന്ന. ആൻസർ ഓപ്ഷൻ സി ആണ്. കൊഴുപ്പിന്റെ രുചി ഉദ്ദീപിക്കുന്ന സ്വാദുമുകുളങ്ങൾ ഏതാണ്? ഏതാണ് മക്കൾ ആൻസർ വരിക? ഓപ്ഷൻ സി അല്ലെ? ഒളിയോഗസ്റ്റൽ ആൻസർ വരിക. പുളിയാണെങ്കിൽ നാക്കിന്റെ ഇരുവശത്താണ് അല്ലെ? ഉമാമി ഏതുമായി ബന്ധപ്പെട്ട? അജിനോമോട്ടോ. മധുരമാണെങ്കിൽ മുൻഭാഗത്ത്, കയ്പാണെങ്കിൽ ഉൾഭാഗത്ത്. നാവിന്റെ പ്രതലത്തിലുള്ള ഭാഗം ചോദിക്കുകയാണെങ്കിൽ പാപ്പില്ലകൾ. നാവിനെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ ലാരിയങ്കോളജി. കൂട്ടത്തിൽ ചേരാത്തതേത്? ഏതാണ് ആൻസർ?
അറിയാലോ, യൂസ്റ്റേക്യൻ നാളിയാണ്. നമ്മൾ പറഞ്ഞില്ലേ, മധ്യകേന്ദ്ര ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് യൂസ്റ്റേക്യൻ നാളി. കർണപടത്തിന്റെ ഇരുവശത്തിൽ വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഏതാണ്? അത് യൂസ്റ്റേക്യൻ നാളിയാണ്. മധ്യകേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണല്ലേ യൂസ്റ്റേക്യൻ നാളി ഉണ്ട്, ഓവൽ വിൻഡോ ഉണ്ട്, റൗണ്ട് വിൻഡോ ഉണ്ട്, അസ്ഥി ശൃംഖല. വർണ്ണാന്തത ബാധിച്ച ആൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറം ഏതാണ്? ഏത് നിറമാണ്? പച്ചയാണ് അല്ലെ, പച്ചയാണ്. ആരെ കണ്ടുപിടിച്ചത്? ജോൺ ഡാൾട്ടൺ ആണ്. കാണാൻ സാധിക്കുന്നതാണെങ്കിൽ സാധിക്കാത്തത് ഏതൊക്കെയാണ്? പച്ചയാണോ, നീലയാണോ, കറുപ്പാണോ, ഇവയെല്ലാമാണോ? ഓപ്ഷൻ എ പച്ച. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതാ മക്കൾ ആൻസർ വരിക? ഓഫ്താൽമോളജി അല്ലെ. ഡെർമറ്റോളജി ആണെങ്കിൽ ത്വക്ക്, കാർഡിയോളജി ഹൃദയവുമായി ബന്ധപ്പെട്ടത്, ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ ആൻസർ ഏതാണ്? ഓഫ്താൽമോളജി ആണ് അല്ലെ. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി ആണ്. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ഏതാ മക്കളെ? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് അല്ലെ. 27ാം ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ആൻസർ പറഞ്ഞേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ആപ്പ്, സി ലേണിംഗ് ആപ്പ്. നമുക്കറിയാം ത്വക്കാണ് അല്ലെ, ത്വക്കാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ത്വക്കിനെ കുറിച്ചുള്ള പഠനം പറഞ്ഞു, ഡെർമറ്റോളജി ആണ് പറഞ്ഞു അല്ലെ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്, ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ബ്രേക്ക് ഒക്കെ നിർത്തി അപ്പോഴേ അല്ലെ. പിന്നെ മനുഷ്യന്റെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന സാധനം ഏതാണ്? അതവിടെ ത്വക്കാണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂട്, തണുപ്പ്, സ്പർശം, മർദ്ദം, വേദന ഒക്കെ എങ്ങനെയാ അറിയാ? എങ്ങനെയാണ്? ത്വക്കിലാണ്, ത്വക്കിലൂടെയാണ് അറിയുന്നത് അല്ലെ. പിന്നെ എന്താണ്? ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ഒരു ദ്രാവകത്തിന്റെ പേരാണ് സെബം എന്ന് പറയുന്നത് അല്ലെ. ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി എന്താണ്? അതിചർമ്മമാണ് അല്ലെ. 10.9 കിലോഗ്രാം ആണ് എന്ന് പറയുന്നു ത്വക്ക്. ശരിയാണോ? അത് ശരിയാണ് അല്ലെ. പിന്നെ എന്താണ്? ത്വക്കിന്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ എന്ന് പറയുന്നത്. എന്റെ ചെവിയിലുണ്ട് കേട്ടോ. ഏതാണ്? അരിമ്പാറ എന്ന് പറയുന്നത്. പിന്നെന്താണ്? അരിമ്പാറയ്ക്ക് എന്താ കാരണം? അവിടെ വൈറസ് ആണ് അല്ലെ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു എന്താണ്? മെലാനിൻ ആണ് അല്ലെ. ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെർമറ്റിസ് ഉണ്ട്, മെലനോമയുണ്ട്, പാണ്ടുണ്ട്, കാൻഡിഡൈസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ്. ഒരു തൊലി മുഴുവൻ പോയി കഴിഞ്ഞാൽ 27 മുതൽ 30 ദിവസം വരെ വേണം എന്ത്? പുതിയ ഇത് വരാൻ അല്ലെ. പിന്നെന്താണ്? ത്വക്കിനെ കുറിച്ച് എനിക്ക് അത്രേ അറിയുള്ളൂ കേട്ടോ. ഇതിനടുത്ത് പ്രോട്ടോപ്ലാസം ജീവന്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? പ്രോട്ടോപ്ലാസം ജീവന്റെ കണികയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അടുത്ത ടോപ്പിക്കിലേക്ക് പോയി കഴിഞ്ഞു നമ്മള്. ഏതാണ്? ആരാണ്? ഹക്സിലിയാണ് അല്ലെ. ഹക്സിലിയാണ്. പ്രോട്ടോപ്ലാസം എന്ന എന്താണ്? ജീവദ്രവ്യമാണ്. പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് അല്ലെ. ആരാണ്? പർക്കിൻജി അല്ലേ? ആണ്. കോശസ്തരത്തിലെ ഘടനയെ കുറിച്ചുള്ള ഫ്ലൂയിഡ് മോഡൽ എന്ത്? ഫ്ലൂയിഡ് മൊസൈക്ക് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. മോഡൽ അവതരിപ്പിച്ച വ്യക്തിയാണ് സിംഗറും നിക്കോൾസണും. അത് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് അറിയില്ല എന്നെന്താണ് നോക്കി പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഘടനയെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ച സിംഗറും നിക്കോൾസണുമാണ് കേട്ടാ. ശരിയാണ്. അടുത്ത കോശ സിദ്ധാന്തം പരിഷ്കരിച്ചതാര്? കോശ സിദ്ധാന്തം പരിഷ്കരിച്ചതാര്?
ആരാ മക്കളെ? റുഡോൾഫ് വിർഷോവ് ആണ് അല്ലെ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് സ്ലീഡൻ എന്ന് പറയുന്ന. 1838 കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് ബ്രൗണ്. 1831 ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് തിയോഡോർ. 1839 റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം ഏതാണ്? ഏതു ഭാഗമാണ്? മർമ്മദ്രവ്യമാണോ, മർമ്മകമാണോ, മർമ്മസ്ഥലമാണോ, മർമ്മരന്ധ്രമാണോ? ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ ബി, മർമ്മകമാണ് അല്ലെ. ഏതാണ്? മർമ്മദ്രവ്യം എന്താണ്? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ്. മർമ്മസ്ഥലം എന്താണ്? മർമ്മത്തിനെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലത്തിനെയാണ് എന്തു പറയാ? മർമ്മസ്ഥലം എന്ന് പറയുന്നത്. മർമ്മരന്ധ്രം എന്താണ്? മർമ്മത്തിനകത്തേക്കും അല്ലെ പുറത്തേക്കും പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന നമ്മുടെ മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മൈറ്റോകോൺട്രിയയുടെ ആന്തര അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏതാണ്? ഏത് ദ്രാവകമാണ് മക്കളെ? ഏതാണ്? മൈറ്റോകോൺട്രിയ ഏതാണ്? ഓപ്ഷൻ ഡി, മാട്രിക്സ് ആണ് അല്ലെ. മാട്രിക്സ് ആണ്. ഓക്സിജനെയും പോഷക ഘടകങ്ങളും ATP തന്മാത്രകൾ ഊർജം സംഭരിക്കുന്ന എന്താണ്? മൈറ്റോകോൺട്രിയയാണ് അല്ലെ. എന്താണ്? മൈറ്റോകോൺട്രിയ അല്ലെ. മൈറ്റോകോൺട്രിയ ആന്തരസ്ഥലത്ത് നിന്ന് മാട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തിനെ പറയുന്നതാണ് എന്ത്? ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ആണോ? മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ബെൻഡെ എന്ന് പറയുന്നത്. എന്താണ്? വിഭജനം വഴി എന്ത് ചെയ്യും? ഇവ ഇരട്ടിക്കുകയാണ് ചെയ്യുക എന്ന്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ അന്തർദ്രവ്യ ചാലകയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതാണ് മക്കളെ തെറ്റായ പ്രസ്താവന? കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നു. ഏതാണ് അവിടെ തെറ്റായ പ്രസ്താവന? ആണോ? അതവിടെ ശരിയാണ് അല്ലെ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന പേര് നിർദ്ദേശിച്ചത് ജോർജ് എമിൽ പലേഡ് ആണ് എന്ന് പറഞ്ഞ അത് അവിടെ എന്താണ്? അത് തെറ്റാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കോശാംഗം. അത് മൂന്നും അവിടെ ശരിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് ഏതാ ക്വസ്റ്റ്യന്? അന്തർദ്രവ്യ ചാലിക അല്ലെ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് എന്ന് എനിക്ക് ആൻസർ പറഞ്ഞേ. താഴെ കൊടുത്തിരിക്കുന്നവർ ഗോൾജി കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഏതാണ് ആൻസർ? താഴേക്ക് ഗോൾജി കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ഏതെല്ലാമാണ്? ഒന്ന്, ഗ്രന്ഥികോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു എന്ന് പറയുന്നു. അതവിടെ എന്താണ്? അതവിടെ ശരിയാണ്. കോശത്തിൽ മാംസ സംശ്ലേഷണം നടക്കുന്ന ഭാഗം പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതവിടെ ശരിയല്ല. ഗ്ലൈക്കോ പ്രോട്ടീനുകളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നു. അതവിടെ എന്താണ് മക്കളെ? സി ആണെന്നാ ഞാൻ നോക്കട്ടെ. അതവിടെ ശരിയാണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയവ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു എന്ന് പറയുന്നു. അത് അവിടെ ശരിയാണ്. നിങ്ങൾ യോജിക്കുന്നു? 1, 3, 4 മാത്രമാണ് ശരി. ഗോൾജി കോംപ്ലക്സില് ആ കണ്ടെത്തിയത് ആരാണ്? കാമില്ലോ ഗോൾജി ആണ്. ആരാണ് മക്കളെ? കാമില്ലോ ഗോൾജിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. കോശത്തിൽ മാംസ സംശ്ലേഷണം നടക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് റൈബോസോം എന്ന് അല്ലെ. എൻഡോപ്ലാസ്മിക് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് ഏത്? റൈബോസോം. ജോർജ് എമിൽ പലേഡ് ആണ് 1953 എന്ത് കണ്ടെത്തിയത്? റൈബോസോം കണ്ടെത്തിയത്. അടുത്ത ചോദ്യം,
ഓട്ടോഫാഗി എന്ന പ്രവർത്തനം ഏത് കോശാംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടോഫാഗി ഏതാണ് മക്കളെ? ലൈസോസോം ആണോ, ഫേനമാണോ, റൈബോസോം ആണോ, ഗോൾജി കോംപ്ലക്സ് ആണോ? ഏതാണ് മക്കളെ? നമ്മളുടെ ആൻസർ ലൈസോസോം ആണ്. സ്വന്തം കോശങ്ങളെ അല്ലെ കോശത്തിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഓട്ടോഫാഗി. ലൈസോസോം കണ്ടെത്തിയ ക്രിസ്ത്യൻ ഡി ഡ്യൂവാണ് എന്ന് ഓർത്തു വെക്കുക. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് എന്നെ അപ്പോഴേ കൺഫ്യൂഷൻ ആക്കി നിങ്ങൾ. മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഗാംഗ്ലിയോൺ ആണെങ്കിൽ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നതാണ് ഗോൾജി കോംപ്ലക്സ്. അപ്പോൾ എന്നെയെ നിങ്ങൾ തെറ്റിച്ചു ആണോ? ഏതാണ്? ഫേനം എന്താണെന്ന? ഫേനം എന്താണ്? ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരുന്ന കോശാംഗത്തിനെ പറയാണ് ഫേനം എന്ന്. അല്ലെ, ജലവും ലവണവും ഒക്കെ എന്താ വിസർജ്ജ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഏത്? ഫേനം എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ വാ, ഏത് ആൻസർ? നമ്മുടെ ഏത് ആൻസർ? ഗോൾജി കോംപ്ലക്സ് ആണല്ലേ. മൈറ്റോകോൺട്രിയ എന്താണ്? കോശത്തിന്റെ പവർ ഹൗസ്, കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നതാണ് മൈറ്റോകോൺട്രിയ. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നതാണ് റൈബോസോം. ലൈസോസോം ആണെങ്കിലോ ആത്മഹത്യാ സഞ്ചികൾ, ഡൈജസ്റ്റീവ് ബാഗ് എന്നറിയപ്പെടുന്നു. നേരിട്ട് പ്രകാശ സംശ്ലേഷത്തിൽ പങ്കെടുക്കാവുന്ന വർണ്ണകം ഏതാണ്? ഏത് വർണ്ണകമാണ് മക്കളെ? ഏതാണ്? ഹരിതകം എ ആണ് അല്ലെ. ഏതാണ്? ഹരിതകം എ ആണ്. മറ്റു വർണ്ണങ്ങള് പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകവും മേലേക്ക് ഊർജം കൈമാറുന്നു. അതിനാൽ അവയിലെ സഹായക വർണ്ണങ്ങൾ എന്ന് പറയുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കോശ വിഭജനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏത് പ്രസ്താവനയാണ്? പ്രൊക്കാരിയാറ്റുകളുടെ കോശ വിഭജനം ഏക വിഭജനമാണ് എന്ന് പറയുന്നു. അതവിടെ ശരിയാണ്. ആൻസർ പറഞ്ഞേ. അല്ല, അതെങ്ങനെയാണ്? ഏകയല്ല, ദ്വിവിഭജനമാണ് അല്ലെ. എന്താണ്? ഏകയല്ല, ദ്വിവിഭജനമാണ്. യുക്കാരിയാറ്റിൽ നടക്കുന്നത് ക്രമഭംഗമാണ് എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? യുക്കാരിയാറ്റിൽ കോശവിഭജനം ക്രമഭംഗവും ഊനഭംഗവുമാണ്. ശരീരകോശങ്ങളുടെ കോശ വിഭജനം ക്രമഭംഗമാണ് എന്ന് പറയുന്നു. ഊനഭംഗം എന്താണ്? പ്രത്യുൽപാദന കോശങ്ങളെ കോശ വിഭജനമാണ് ഊനഭംഗം കേട്ടോ. അപ്പൊ നമ്മളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ അവിടെ സി ആണ് ശരിയായത്. ബാക്കിയൊക്കെ എന്താണ്? തെറ്റാണ്. ന്യൂക്ലിയസ് വിഭജന ഘട്ടത്തിൽ ക്രോമസോണുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കപ്പെടുന്ന ഘട്ടം ഏത്? ഏത് ഘട്ടമാണ് മക്കളെ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രൊഫേസ് ആണോ, മെറ്റഫേസ് ആണോ, അനാഫേസ് ആണോ, ടീലോഫേസ് ആണോ? ഏതാ മക്കളെ? മെറ്റഫേസ് ആണ് നമ്മളുടെ ആൻസർ. പ്രൊഫേസ് എന്താണ്? ക്രോമാറ്റിൻ ജാലില് തടിച്ചു കുറുകി ക്രോമസോണുകൾ ഉണ്ടാകുന്ന ഘട്ടമാണ് പ്രൊഫേസ് എന്ന് പറയുന്നത്. അനാഫേസ് എന്താണ്? ക്രോമസോണിലെ ക്രോമാറ്റുകൾ വേർപിരിഞ്ഞ് ഓരോ ക്രോമാറ്റുകളുടെയും പുത്രിയാ കോശയിലെ ക്രോമസോണായി ഇരുധ്രുവങ്ങളിലേക്കും നീങ്ങുന്ന ഘട്ടത്തിനെയാണ് എന്ത് പറയുക? അനാഫേസ് എന്ന് പറയുന്നത്. ടീലോഫേസ് എന്താണ് മക്കളെ? ഇരുധ്രുവങ്ങളിലേക്ക് നീങ്ങിയ ക്രോമസോണുകൾ ക്രോമാറ്റിൻ ജാലിക മാറുന്ന ഘട്ടം ഏതാണ്? ടിലോഫേസ് എന്ന് പറയുന്ന പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടം ചോദിക്കുകയാണെങ്കിൽ അത് ടീലോഫേസ് ആണ്. 39 തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുവശത്തേക്ക് ഗാഢത തുല്യമാവുന്നത് വരെ സ്വയമേ വ്യാപിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ഡിഫ്യൂഷൻ അല്ലെ. എന്താണ്? ഡിഫ്യൂഷൻ. ഏതാ മക്കളെ? ഡിഫ്യൂഷൻ ആണ്. രണ്ട് തരം ഡിഫ്യൂഷൻ ഉണ്ട്. സിമ്പിളും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുമാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അത് എക്സാമിന് ഡിഫ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. കോശശാസ്ത്രവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞു. അത് ജോഗ്രഫിക്ക് പോവാണ് നമ്മള്. കോശശാസ്ത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതാണ് തെറ്റായ പ്രസ്താവന? മൈറ്റോകോൺട്രിയയിൽ വെച്ച് ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോസിസ് എന്ന് പറയുന്നു. അതവിടെ തെറ്റാണ് അല്ലെ.
എന്താ സംഭവിക്കുക അവിടെ? കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ അല്ലെ പൈറിക് ആസിഡ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഏത്? ഗ്ലൈക്കോസിസ് എന്ന് പറയുന്നത് കേട്ടോ. കോശ ശ്വസനത്തിന്റെ ഓക്സിജൻ ആവശ്യമായ ഘട്ടം ക്രസ് പരിവൃത്തി എന്ന് പറയുന്നു. കോശത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ലഭിക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം 30 എന്ന്. അവായു ശ്വസനം വഴി ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമായി ലാക്റ്റിക് ആസിഡോ ആൽക്കഹോളോ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നു. അതും അവിടെ ശരിയാണ്. മാത്രമാണ് അവിടെ തെറ്റ്. അന്നപഥത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന കല ഏത് കലയാണ് മക്കളെ? ആവരണ കലയാണ് അല്ലെ. എന്താണ്? ആവരണ കലയാണ്. സസ്യങ്ങൾക്ക് ബലവും വഴക്കവും നൽകുന്ന സസ്യകലകൾ ഏതാണ് മക്കളെ? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം എന്ന് പറയുന്നത്. ഏതാണ് ആൻസർ? കോളൻകൈമയാണ് അല്ലെ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രമല്ല കാണപ്പെടുന്ന കട്ടി കൂടിയ കോശമാണേത്? ഈ കോളൻകൈമ. നമ്മളുടെ ആൻസർ കോളൻകൈമയാണ്. കാറ്റടിക്കുമ്പോൾ സസ്യങ്ങൾക്ക് ഒടിയാതെ സഹായിക്കുന്നത് കോളൻകൈമയാണ്. എന്താണ് പാരൻകൈമ? സസ്യത്തിന്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണിത് പാരൻകൈമ. സ്ക്ലീറൻകൈമയാണെങ്കിലോ സ്ക്ലീറൻകൈമ എന്താണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്ന കട്ടി കൂടിയ കോശമാണ്. സൈലമാണെങ്കിൽ എന്താണ്? വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണം ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലം വഴിയാണ്. അടുത്ത നമ്മുടെ ജോഗ്രഫി എത്തി. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഏതാണ് മക്കൾ അവിടെ ആൻസർ ആയിട്ട് വരിക? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ. 68 ഡിഗ്രി 7 വടക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെയാണ് അല്ലെ. ഇന്ത്യ എന്താണ്? ഇന്ത്യയുടെ തെക്കേയറ്റമായി ഇന്ദിരാ പോയിന്റിനോട് കൂടി അല്ലെ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയാണെങ്കിൽ 6 ഡിഗ്രി 45 വടക്ക് മുതൽ 37 ഡിഗ്രി വടക്ക് വരെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അത് അക്ഷാംശ വ്യാപ്തിയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി വടക്ക് വരെയാണ്. ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? എത്രയാണ്? 32, 87, 267, 63 ചതുരശ്ര കിലോമീറ്റർ ആണ്. അവിടെ വേണം ചതുരശ്ര കിലോമീറ്റർ, മാറിപ്പോകരുത്. ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം നിജപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ ലോക ഭൂവിസ്തൃതി എത്രയാണ്? 2.42% കേട്ടോ. ലോകരാജ്യങ്ങൾ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? 7ാം സ്ഥാനമാണ് അല്ലെ. ഏതൊക്കെയാണ്? റഷ്യ, കാനഡ, USA ഉണ്ട്, ചൈന ഉണ്ട്, ബ്രസീൽ, ഓസ്ട്രേലിയ എന്നിവയാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യങ്ങൾ എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇന്ത്യയുടെ മാനവ എത്രയാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ. 82 ഡിഗ്രി 30 കിഴക്കൻ രേഖാംശമാണ്. ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാലോ. ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി പോകുന്ന രേഖാംശ ഏതാണ്? 82 ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖയാണെന്ന് മനസ്സിലാക്കുക. പിന്നെന്താണ്? 82 കിഴക്കൻ രേഖാംശ കടന്നു പോകുന്ന ദക്ഷിണ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. പ്രധാന സ്ഥലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അലഹബാദ് UPയും ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയുമാണ്. അടുത്ത ചോദ്യം പറഞ്ഞേ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയാണ്? 5.5 മണിക്കൂർ അല്ലേ. ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിലെ സമയമേഖലയുടെ എണ്ണം എത്രയാണ്? 1 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഉത്തരായൻ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആണിത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ സി 8 ആണ് ആൻസർ അല്ലെ. ഉത്തരായൻ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ. എന്റെ ഒപ്പം പറഞ്ഞ് ഗുജറാത്ത്, രാജസ്ഥാൻ ഓഡ് വൺ ഔട്ട് ചോദിക്കും. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, മിസോറാം, പശ്ചിമ ബംഗാൾ അല്ലെ. ഉത്തരായൻ രേഖ ഏറ്റവും കൂടി കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? ഏത് നഗരമാണ് മക്കളെ?
ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം. ഇവയൊന്നുമല്ലെന്നോ. ഭൂമധ്യരേഖയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തലസ്ഥാന നഗരം ചോദിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരമാണ് അല്ലെ. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മഹാനഗരം ചോദിക്കുകയാണെങ്കിൽ അത് ബാംഗ്ലൂരാണ്. 48ാമത്തെ ചോദ്യം, നിങ്ങൾ ജോഗ്രഫി പഠിച്ചില്ലേ? ഇത് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ ആൻസർ നാളെ രാവിലെ പിൻ ചെയ്ത് വെക്കും. ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ. ജോഗ്രഫി ഞാൻ തന്ന ടൈം ടേബിള് വ്യക്തമായി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 48ാം ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ആൻസർ അവിടെ ചെയ്യാം. അടുത്ത, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? 49. ഓപ്ഷൻ എ ആണ് അല്ലെ. 23 ഡിഗ്രി 1/2 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയാണ് അല്ലെ. 23 1/2 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഉത്തരായന രേഖയ ഇന്ത്യയിലെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് മക്കളെ എന്ത്? ഈ ഉത്തരായൻ രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും അല്ലെ. വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ ഇങ്ങനെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണിത്. പിന്നെ ഉത്തരായൻ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങള് നമ്മൾ പറഞ്ഞു 8 എണ്ണമാണ്. പിന്നെന്താണ്? ഉത്തരായൻ രേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന നദി ചോദിക്കുകയാണെങ്കിൽ അത് മാഹിയാണ്. ഉത്തരായൻ രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തലസ്ഥാന നഗരം ചോദിക്കുകയാണെങ്കിൽ റാഞ്ചി, ജാർഖണ്ഡിൽ റാഞ്ചിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്ര ഭരണ പ്രദേശം ഏത്? ഏതാണ് ആൻസർ മക്കളെ? ലഡാക്ക് ആണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം കൂടി ഏതാണ്? ഓപ്ഷൻ ബി അല്ലെ, ലഡാക്ക് ആണ് അല്ലെ. ഇന്ത്യയുടെ തെക്കേ അടുത്ത കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കച്ചാണ് മക്കൾ. ഏതാണ്? കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല. ഗുജറാത്തിലെ കച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണെങ്കിൽ പുതുച്ചേരിയിലെ മാഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുടെ ലോക്സഭാ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ തെലങ്കാനയിലെ മൽക്കജിഗിരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറുതാണെങ്കിലോ ഏറ്റവും ചെറിയ ലോക്സഭാ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട്. എത്രയാണ് മക്കളെ? കഴിഞ്ഞ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 28 ആണ് അല്ലെ. 28 ആണ്. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ വിഭജിച്ച് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ 2 കേന്ദ്ര ഭരണ പ്രദേശമായത് അല്ലെ. അങ്ങനെയാണ് 28 സംസ്ഥാനങ്ങളായി. നിലവില് 28 സംസ്ഥാനവും 8 കേന്ദ്ര ഭരണ പ്രദേശവും ഉണ്ട്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് മക്കളെ? 1900 എപ്പോഴാണ്? 50 ജനുവരി 26-ാം തീയതിയാണ് അല്ലെ. 1946 നവംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നതാണെങ്കിൽ 1946 ഡിസംബർ 9-നാണ് അല്ലെ. 46 ഡിസംബർ 9 അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി മാറി. താൽക്കാലികം ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-നാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. റിപ്പബ്ലിക് ദിനം ജനുവരി 26, സ്വതന്ത്ര ദിനം ഓഗസ്റ്റ് 15, ഭരണഘടനാ ദിനം ദേശീയ നിയമദിനം എന്നറിയപ്പെടുന്ന നവംബർ 26. ഇന്ത്യയുടെ കരാതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ഏതാണ് മക്കളെ? ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 6 എണ്ണം പറഞ്ഞ ഈ മിസ്സിന് തലയ്ക്ക് ഓരമാണ് പറയും. തെറ്റാണ്. എത്രയാണ്? 7 എണ്ണമാണ് കേട്ടോ. ഇന്ത്യ 2018 മ്യാൻമാറുമായി ഒപ്പുവെച്ച കരാറാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് എന്ന് പറയുന്നത്. അത് സൂപ്പറാണ്. SCRT ഉണ്ട്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മാലദ്വീപാണ് പറഞ്ഞ അത് സമ്മതിക്കില്ല. ഏതാണ്? ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ. അതെങ്ങനെ സംഭവിക്കാൻ പറ്റുമോ? മാലദ്വീപുകാർ വെറുതെ ഇരിക്കുമോ? അല്ല. ആൻസർ എന്താണ്? മാലദ്വീപാണ്. ക്ലിയർ ആണോ? അപ്പൊ അവിടെ 1 മാത്രമേ ശരിയുള്ളൂ അല്ലെ. 1
3 4 അവിടെ എന്താണ്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ 1 3 4 അവിടെ ശരിയല്ല. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണോ? ഇനി അതും കൂടെ പറഞ്ഞു തന്നില്ലെങ്കിൽ ഈ മിസ് ഞങ്ങളെ പറ്റിച്ചു പറയും അല്ലെ. എന്താണ് ഇന്ത്യയുടെ കരാതിർത്തി? എത്രയാണ് മക്കളെ? എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈനയുണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, മ്യാൻമാർ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണെങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണെങ്കിൽ ചൈനയും നേപ്പാളും. പിന്നെ ഏതാണ്? ചൈനയും നേപ്പാൾ ഏതാ മക്കളെ? ഭൂട്ടാനാണോ? ഭൂട്ടാനാണ് കേട്ടോ. ഇന്ത്യയുടെ വടക്ക് കിഴക്കാണെങ്കിലോ അത് ബംഗ്ലാദേശും മ്യാൻമാറുമാണ് എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏതാണ്? ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന അല്ലെ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവാണെങ്കിൽ കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഭൂട്ടാനാണ് മക്കളെ. ക്ലിയർ ആണോ? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെല്ലാമാണ്? ഏതെല്ലാമാണ് ശരിയായ ജോഡി? ഇന്ത്യ ചൈന ശരിയായത് 4 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരാൻ ചാൻസ് ഉള്ളൂ അല്ലേ? ഓപ്ഷൻ സി അല്ലേ? ആണല്ലേ. ഇന്ത്യ ചൈന ഏതാണ്? മക്മോഹൻ രേഖ അല്ലെ. ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ റാറ്റ്ലിഫ് രേഖ അല്ലെ. റാറ്റ്ലിഫ് രേഖ അല്ലേ? ആണ്. ഇന്ത്യ ശ്രീലങ്ക പാക്കടലിടുക്ക്. കഴിഞ്ഞു കേട്ടോ. 2 ക്വസ്റ്റ്യൻ. ഇന്ത്യ ചൈന മ്യാൻമാർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതം ഏതാണ്? ഫക്കോബോറാസി കണ്ടോ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക അല്ലെ. കാഞ്ചൻജംഗ നമുക്കറിയില്ലേ ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. മൗണ്ട് എവറസ്റ്റ് ആണെങ്കിലോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി 88.4886 മീറ്റർ അല്ലേ ആണ്. സ്ഥിതി ചെയ്യുന്ന രാജ്യമാണെങ്കിൽ നേപ്പാളാണ്. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സാഗർമാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ദിരാ കോൾ താഴെ കൊടുത്തിരിക്കുന്ന ചേരുംപടി അങ്ങട് ചേർക്കാനാണ് പറഞ്ഞത്. ഹിമാദ്രി എന്താണെന്ന്? ഹിമാദ്രി എന്താണ്? ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര, ഹിമാലയത്തിൽ നട്ടല്, ഹിമാലയത്തിലെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര അല്ലെ. ശരാശരി എത്രയാണ്? 6000 മീറ്ററിന് മുകളിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 58ാമത്തെ നമ്മളുടെ ആൻസർ എന്താണ് മക്കൾ? അവിടെ നോക്കാം. ഇന്ദിരാ കോൾ എന്താണ്? ഇന്ത്യയുടെ പടിഞ്ഞാററ്റം. ഇന്ദിരാ പോയിന്റ് ആണെങ്കിലോ ഇന്ത്യയുടെ കിഴക്കേ അറ്റം. ഗുഹാർ മോത്തി ആണെങ്കിലോ അല്ല, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അല്ലേ. ഇന്ദിരാ കോള് ഇന്ത്യയുടെ വടക്കാണ് വരിക കേട്ടോ. ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ തെക്ക്, ഗുഹാർ മോത്തി കിഴക്ക് കിബിത്തു. ഓപ്ഷൻ അവിടെ ബി ആണ് വരിക. ഓക്കെ. അടുത്ത് ബോർഡർ ഓഫ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1960-ലാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് മക്കള്? സിന്ധുവാണ് കേട്ടോ. ഏതാണ്? സിന്ധുവാണ്. കർണാലി എന്താണ്? കർണാലി ഇന്ത്യ നേപ്പാളിലാണ് കേട്ടോ. കോസി ആണെങ്കിൽ ഇന്ത്യ നേപ്പാൾ ചൈന, കാളിയാണെങ്കിൽ ഇന്ത്യ നേപ്പാളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ.